എത്ര വർഷം മുമ്പ് കണ്ടു അതുപോലെ തന്നെ ചേട്ടാ ഇപ്പോഴും ഇരിക്കുന്നു. എങ്ങനെയാ ചേട്ടാ സാധിക്കുന്നത്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അധികം ടെൻഷൻ എടുക്കാത്ത ഒരാളാണ് ഞാൻ. അതിപ്പോൾ എല്ലാ കാര്യങ്ങളിലും മീൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും 90% ഞാൻ ഒരു ഒറ്റ പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പോൾ 2 പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്യാറുണ്ട്, 3 പലരുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ കാരിദസാരം ചെയ്യുന്ന സമയത്ത് കാരിദസാരം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അലിയൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം അലിയൻസ് മാത്രമാണ് ചെയ്യുന്നത്, സീരിയൽ അല്ലെങ്കിൽ സിറ്റ്കോമായിട്ട്. പിന്നെ അല്ലാതെ ഷോസും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനുള്ള ഗുണം വെച്ചാൽ നമ്മൾ ഈ ടെൻഷൻ അടിക്കില്ല. മീൻസ് മറ്റൊരു വിളിച്ചിട്ട് ആ ഡേറ്റിൻ്റെ പ്രശ്നം, ഈ ഡേറ്റിൻ്റെ പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ എനിക്ക് ഭയങ്കര. ഞാനിപ്പോൾ ഡബ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ പുറത്തൊരാളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയാൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറയും. അതെ അതെ അതെ, അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ ടെൻഷനില്ല. പിന്നെ ഒരുപാട് അങ്ങ് സന്തോഷിക്കാറില്ല. എന്ത് കിട്ടിയാലും അങ്ങനെ അധികം സന്തോഷിക്കാറില്ല. അങ്ങനെ വലിയ വിഷമം വരാറില്ല. ഒരു കാര്യത്തിൽ അങ്ങനെ ഒരുപാട് കാരണം വിഷമങ്ങളൊന്നും ദൈവം തന്നിട്ടില്ല. ഈ പറഞ്ഞ അച്ഛൻ്റെ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത്, അല്ലെങ്കിൽ ഇപ്പോഴും മനസ്സിലുള്ളത്. അതല്ലാതെ ജീവിതത്തിൽ അങ്ങനെ വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശ്നവും ഈ പറഞ്ഞ കണക്ക് നമ്മൾ തന്നെയാണല്ലേ എല്ലാത്തിനും കാരണക്കാരനല്ലേ. ഓരോന്നിനെ പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. അങ്ങ് വിട്ടുകളയുക, എടുക്കാൻ പറ്റുന്ന മാത്രം എടുക്കുക, ബാക്കി വിട്ടുകളയുക. അപ്പം പിന്നെ ഒന്നും നമ്മുടെ എല്ലാം നമ്മളിലൂടെയാണ് പോകണം ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഞാൻ രാവിലെ 1 മണിക്കൂറോളം എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് ഒരു എക്സർസൈസും യോഗയും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ചെയ്യാറുണ്ട്. എല്ലാ ഫുഡും കഴിക്കും, എല്ലാ ദിവസങ്ങളും മിക്കവാറും ചെയ്യും. പിന്നെ എന്തെങ്കിലും ഈ യാത്രകളിലുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് അതിനുള്ള സൗകര്യമില്ലായ്മയുണ്ടൊക്കെ മാത്രം അങ്ങനെ പറ്റും. പിന്നെ ഭക്ഷണവും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം കഴിക്കും, പക്ഷേ എല്ലാം ലിമിറ്റിന് മാത്രം കഴിക്കും. അങ്ങനെ ഒന്നും മാറ്റി വയ്ക്കാറ്. എല്ലാ ഇഷ്ടങ്ങളും ഞാൻ സാധിച്ചു പോകുന്ന ഒരാളാണ്. ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അമിതമല്ല, എല്ലാം കൺട്രോൾ ചെയ്തിട്ട് കഴിക്കും. അല്പം കഴിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം വെജിറ്റേറിയനായി. ഫോർമലായിട്ട് സംസാരിക്കുന്നത് വേണ്ട. പിന്നെന്താണ് അല്ല ഇതൊക്കെ അല്ലേ. അല്ല ഇപ്പോൾ ഒരു ചെറിയൊരു വയ്യായികയുടെ ഉള്ളതുകൊണ്ട് ഉറക്കെ സംസാരിച്ചാലും ചുമ വരും, ചിരിച്ചാലും. നല്ലതായിരുന്നു. വെച്ചാൽ നമ്മൾ ഫൊക്കാന എന്ന് പറയുന്നൊരു സംഘടനയുടെ ഒരു പ്രോഗ്രാമായിരുന്നു. അത് മലയാളികളിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയാണത്. അവരുടെ ഒരു ഇലക്ഷനും അതിനോട് തുടർന്നുള്ള 3 ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു 1 മാൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അനീഷ് എൻ്റെ അപ്പം നമ്മൾ അങ്ങനെ പോയ ഭയങ്കര സന്തോഷമായിരുന്നു അത്. പിന്നെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ പറ്റി. ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, യൂസിന് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ നയാഗ്ര പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മുരുകൻ കാട്ടക്കട ചേട്ടനും ഞാനും നമ്മുടെ നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. എല്ലാവരും ഉണ്ടായിരുന്നു. 3 ദിവസം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മാരിയറ്റിലായിരുന്നു. അവിടെ വാഷിങ്ടൺ DC-യിലായിരുന്നു. അവിടെ നിന്ന് 20-ാം തീയതി ഷോ കഴിയുന്നു. 21 രാവിലെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് 8 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊരു സന്തോഷം. സാധാരണ ഇത്തരം ഞാനെപ്പോഴും എൻ്റെ വീട്ടിൽ വൈഫ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കും. പക്ഷേ ഇതൊന്നും എനിക്ക് ഈ സ്ഥലങ്ങൾ കാണുന്നതോ അത്തരം കാര്യങ്ങളൊന്നും എന്നെ ഒരുപാട് അങ്ങനെ അത്ഭുതപ്പെടുത്താറൊന്നുമില്ല. കണ്ടില്ലേ സന്തോഷം ഇഷ്ടമല്ല. അല്ല അങ്ങനെയല്ല. പക്ഷെ നയാഗ്ര എന്നെ അത്ഭുതപ്പെടുത്തി. ഭയങ്കര സന്തോഷം. അത് ഭയങ്കരമായിട്ട് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഇല്ല അതാണ് എൻ്റെ രസം. നമ്മൾ അവരെങ്ങനെ ടൂറിസത്തിനെ എങ്ങനെ മാനേജ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ. അതായത് വെള്ളച്ചാട്ടത്തിനെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ മുന്നിലൂടെ നമ്മളെ ബോട്ട് പോകും. അതിൻ്റെ ആ ഒരു ധൂളി ഇങ്ങനെ നമ്മുടെ ദേഹത്ത് മുഴുവൻ നനയും. നമുക്ക് ഇത് തരും. അതെ, നമുക്ക് ആ റെയിൻ കോട്ടൊക്കെ തരുമായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ മൊത്തം നനയും. പക്ഷെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഇത് കാനഡയ്ക്കും US-നും ഇടയിലാണല്ലോ. അപ്പോൾ മറുവശം നോക്കുമ്പോൾ കാനഡക്കാർ റെഡ് കളർ റെയിൻ കോട്ടായിരിക്കും, നമ്മൾ ബ്ലൂ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ US-ന് ബ്ലൂ ആയിരുന്നു. വ്യത്യാസമുണ്ട്. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പുറത്തെ ബോട്ട് കാണാതെ അത് ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. കുറേ വർഷങ്ങളായിട്ട് ചേട്ടൻ ഈ ഇൻഡസ്ട്രി തന്നെ ഉണ്ട്. പക്ഷേ ചെയ്യുന്ന സീരിയലല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റ്കോമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കംഫർട്ടബിൾ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതാകുമ്പോൾ വലിയ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ഇത് ചെയ്യാൻ അധികം പേരും ഇല്ലല്ലോ. ഈ പറഞ്ഞ കണക്ക് ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാം. മറ്റേ നമുക്ക് ഈസിയാണല്ലോ, കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് രണ്ടും ചെയ്തിട്ടുള്ള നമുക്കറിയാം. മറ്റേ നമുക്ക് പ്രോംപ്റ്റിംഗ് ഉണ്ട്, അധികം സ്ക്രിപ്റ്റിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും കൂടിച്ചേരുന്നതാണ് ഈ സിറ്റ്കോം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് സംസാരിച്ച് ഒരു സീക്വൻസ് ഓൾറെഡി കഥയുണ്ടാവും, ഓൺലൈനുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും നമ്മുടെ തനത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളെങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് അലിയൻസിൽ സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആൾക്കാർക്ക് അതിനെ വളരെ നാച്ചുറൽ എന്ന് പറയുന്നതും
അല്ലെങ്കിൽ ഈ പ്രവാസികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഈ മാവും ഈ മരവും അതെ 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 ഈ ചെറിയ പഴയ വീടും ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വരാറുമുണ്ട് അലിയൻസിൻ്റെ. കാണാൻ വേണ്ടി. എല്ലാ ദിവസവും ഈ പ്രവാസികളാണ് വരുന്നത്. ഇന്നും വന്ന് രാവിലെ UK നിന്ന് ഒരാൾ വന്നിരുന്നു. എല്ലാ ദിവസവും ഒരു 3-4 പേര് വരാറുണ്ട്. എനിക്കെന്ന് പറയാൻ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നൊരു സംഭവമായിരിക്കാം. ഈ ഇവിടുത്തെ അരകല്ല്, പിന്നെ അമ്മിക്കല്ല്, തുറപ്പ ഇതൊന്നും അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. ഒരു 10-15 വർഷത്തിന് മുമ്പ് പോയവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഇത് കാണുന്നവരായിരിക്കും. പിന്നെ ഈ വാക്കുകളിൽ തനി നാടൻ വാക്കുകളാണ്. അതെ അതെ വേർഡ്സ് അല്ലേ? അതെ, നമ്മളെല്ലാം സാധാരണക്കാരല്ലേ. ഇംഗ്ലീഷ് വേർഡ്സ് അതിനകത്ത് വരുന്നില്ല. ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പം സാധാരണക്കാർ ഇപ്പോഴുള്ള ഒരു പാർട്ടി അളിയൻ, ആ ജോലി വക്കത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരൻ, ആ പിന്നെ ഇവിടുന്ന് ഒന്ന് കയറിയ ഒരു അളിയൻ, തിന്നാൻ വേണ്ടി മാത്രം 2 ഭാര്യമാര്, കുറേ മക്കള്, ഇതൊക്കെ എല്ലാ വീടുകളിലും ചില അതെ വീടുകളിലൊക്കെ ഉള്ള മിക്കവാറും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് നമ്മളെല്ലാവരും ഒരു 5-6 വർഷമായില്ലേ ഇപ്പോൾ ഒരു റുട്ടീനായി മാറും. നമ്മളെല്ലാവരും രാവിലെ വന്ന് ഈസിയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ. കാരണം പറയുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം പിന്നെ നാളെ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഫ്രെയിമുകൾ പോലും നമുക്കറിയാമെന്നുള്ളതാണ്. ഈ ചേട്ടാ ഇപ്പം ചിലപ്പം ഇവിടുന്ന് ഒരു 2 ദിവസം ഷൂട്ടില്ലാതെ വരുമ്പം ഭയങ്കര വിഷമമായിരിക്കും അല്ലേ? അവിടെ പോകാൻ പറ്റത്തില്ല എന്നുള്ള ചേട്ടന് വിഷമമില്ല, സന്തോഷമില്ല എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ സന്തോഷം അല്ല, അങ്ങനെ നേരത്തെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മളില്ലെങ്കിൽ മുമ്പ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പിസോഡ് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല. ഇപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത്, ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊന്ന് ഒരുമിച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്കും ഒരു ഇതാണല്ലോ. മീൻസ് ഇപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യണം നമ്മൾ. മാറി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റൈലായിപ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഇപ്പോൾ ഞാൻ മോഹനകൃഷ്ണൻ ചെയ്യുമ്പോൾ 5 വർഷം മോഹനകൃഷ്ണൻ തന്നെയായിരുന്നല്ലോ കാര്യം നിസ്സാരം. അപ്പം ചില സ്റ്റേജിലൊക്കെ ചില മോഹനകൃഷ്ണ വിളി വരും. അതിപ്പോഴും ഉണ്ട്. പിന്നെ മോഹനകൃഷ്ണൻ ഇപ്പോഴും അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ടെന്നുള്ളത് അത് വലിയ സന്തോഷമാണ്. കാരണം മോഹനകൃഷ്ണൻ കഴിഞ്ഞിട്ട് കാര്യസാരം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴത് ഓർക്കുന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ, ഇതൊരു കോൺട്രവേഴ്സിയാണ്. നമ്മുടെ ഈ എല്ലാ സോഷ്യൽ മീഡിയയിലും വരുന്നൊരു സംഭവമാണ്. ഓരോരുത്തർ എഴുതി വിടുന്നൊരു സംഭവങ്ങളാണ്. അത് ചേട്ടന് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടിട്ടുണ്ടായിരുന്നു, അനുശേഷിച്ചായിട്ടുള്ള കുട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല എന്നുള്ളത്. അപ്പം എല്ലാവരും പറയുന്നത് ആ സീരിയലിന് ശേഷം വഴക്കിട്ട് പിരിഞ്ഞു, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ നമ്പർ ചേട്ടനാണ് എനിക്ക് നമ്പർ തന്നത്. അത് ആൾക്കാരിലേക്ക് അറിയിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെ ഇതിപ്പോൾ നമ്മൾ വഴക്കിട്ട് പിരിയാനായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവൊന്നുമല്ലല്ലോ. എല്ലാവരും ചിലരുടെ വിചാരം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ അഭിനയിക്കുന്ന സൗമ്യയാണ്. നാളെ ഇപ്പോൾ 5 വർഷമായിട്ട് സൗമ്യ എൻ്റെ കൂടെ അഭിനയിക്കുന്നു. ഇത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന വേറെ നടിയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അങ്ങനെ ഒരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതിരിക്കും. അത്രയേ ഉള്ളൂ. അതിനകത്ത് അല്ലാതെ വേറെ ഒരു ഇമാജിനേഷനാണ് ആൾക്കാർ. അല്ല, അതെപ്പോഴും ഒരു കണക്കിന് നല്ലതാണ്. ആൾക്കാർ ചിന്തിച്ചോട്ടെ, നമ്മളെ ഓർക്കുമല്ലോ, അന്ന് ഓർക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അതെ അതെ അതെ. നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അല്ല, ശ്രദ്ധിക്കാതെ പോകുന്നത് ഏറ്റവും ബെറ്റർ. നല്ല അതെ 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 അതെ. ഇപ്പോൾ ചേട്ടാ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം സാധാരണ താങ്കൾ പല വീഡിയോസിനും പല കാര്യങ്ങൾക്കും വേണ്ടി വീഡിയോസ് ചെയ്യാറുള്ള ഒരാളാണ്.